നമസ്കാരം. നമ്മൾ നീൽസ് ബോറിന്റെ ആറ്റം മോഡലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയും, ബോറിന്റെ ആറ്റം മാതൃക. അപ്പൊ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ആറ്റം മാതൃക വരയ്ക്കാം, ഒരു ആറ്റത്തിന്റെ മോഡൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു നീൽസ് ബോർ പറഞ്ഞത് നമ്മൾ ഏവരും പഠിച്ചിട്ടുണ്ട്. ഏതൊരു ആറ്റം എടുത്താലും അതിനൊരു സെന്റർ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു കേന്ദ്ര ഭാഗം ഉണ്ടായിരിക്കും. ഈ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തി ആരെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ന്യൂക്ലിയസ് കണ്ടെത്തുന്നത്. ഏതൊരു ആറ്റത്തിനും ഒരു കേന്ദ്രഭാഗം ഉണ്ടായിരിക്കും, ഒരു സെന്റർ പാർട്ട് ഉണ്ടായിരിക്കും. ആ സെന്റർ പാർട്ട് അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തി ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇപ്പൊ റൂദർഫോർഡ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോൺസ്. അപ്പൊ എന്തായാലും ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്. ഇങ്ങനെ ചാർജുള്ള ഏതൊരു വസ്തുവും വൃത്താകാരമായ പാതയിൽ കറങ്ങിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിന്റെ ചാർജ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. കുറെ നേരം കഴിയുമ്പോൾ ഇതിന്റെ ചാർജ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഇങ്ങനെ ചാർജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഇലക്ട്രോണിന് കറങ്ങാൻ പറ്റില്ല. അവസാനം എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺ അതിന്റെ ചാർജ് ഫുള്ള് തീർന്ന് ഈ ന്യൂക്ലിയസിൽ വന്ന് പതിക്കും. എന്തായാലും നമുക്കറിയാം ഒരു ആറ്റത്തിനകത്ത് ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞില്ല? ഏണസ്റ്റ് റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പരാജയപ്പെട്ടത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, എന്തായിരുന്നു റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ പരാജയപ്പെടാനുള്ള കാരണം? അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് റൂദർഫോർഡാണ്. അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ വൃത്താകാരമായ പാതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ റൂദർഫോർഡ് പറഞ്ഞുള്ളൂ. ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഷെല്ലുകളിലാണ് അല്ലെങ്കിൽ ഓർബിറ്റിലാണ് എന്ന് പറയാൻ ആർക്ക് കഴിഞ്ഞില്ല? റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? എന്തായാലും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ചാർജ് ഉള്ള ഒരു വസ്തുവാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ചാർജുള്ള ഏതൊരു വസ്തുവും കറങ്ങിക്കൊണ്ടിരുന്നാൽ അവസാനം അതിന്റെ ചാർജ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഈ ന്യൂക്ലിയസിൽ വന്ന് പതിക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആറ്റത്തിനുള്ളിൽ സംഭവിക്കുന്നില്ല. ഇതാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ പരാജയപ്പെടാനുള്ള കാരണം. ഇപ്പൊ റൂദർഫോർഡിന് ശേഷം വന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. ഈ നീൽസ് ബോർ എന്ത് ചെയ്തു? റൂദർഫോർഡ് പറഞ്ഞ ആറ്റം മോഡലിനെ ഒന്നുകൂടി പരിഷ്കരിച്ചു. അതായത് ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകൾ കാണപ്പെടുന്നു. ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു പ്രസ്താവന കൂട്ടിച്ചേർത്തുകൊണ്ട് ആറ്റം മോഡലിനെ എന്ത് ചെയ്തു? പരിഷ്കരിച്ചു. ഈ ഒരു ആറ്റം മോഡലാണ് എല്ലാവരും അംഗീകരിച്ചത്. ഇപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് കാണപ്പെടുന്നു? ഷെല്ലുകൾ കാണപ്പെടുന്നു. ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നീൽസ് ബോർ. നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്ന ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലാണ് എൻ ഷെല്ല്, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ. അങ്ങനെ പ്രധാനപ്പെട്ട 4 ഷെല്ലുകളെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല്, രണ്ടാമത്തത് എല്, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ. കെ എന്ന് പറയുന്ന ഷെല്ലിലെ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റും. ഈ 2 ഇലക്ട്രോണിൽ കൂടുതൽ നമുക്ക് ഒരിക്കലും കെ ഷെല്ലിൽ കൊടുക്കാൻ കഴിയത്തില്ല. അതേപോലെ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരെ മാക്സിമം കൊടുക്കാം. പരമാവധി 8 ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റുള്ളൂ. 8-ൽ കൂടുതൽ കൊടുക്കാൻ കഴിയത്തില്ല. അപ്പൊ ഈ ഓരോ ഷെല്ലിലും മാക്സിമം ഇലക്ട്രോൺ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഷെല്ലിലോട്ട് പോകാൻ പറ്റൂ. കെയിൽ മാക്സിമം 2 കൊടുത്താലേ നമുക്ക് അടുത്ത ഷെല്ലായ എല്ലിലോട്ട് പോകാൻ പറ്റൂ. ഇനി എമ്മിൽ മാക്സിമം നമുക്ക് 18 ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റും. അപ്പൊ കെയിൽ 2 എല്ലിൽ 8, എമ്മിൽ 18, അടുത്തത് എന്നില് 32 ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് നീൽസ് ബോർ. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം തീരുമാനിക്കുന്നത്? ഓരോ ഷെല്ലിലും പരമാവധി ഇത്ര ഇലക്ട്രോൺ വെച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്?
അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ അദ്ദേഹം ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു, ഒരു സമവാക്യം കൊണ്ടുവന്നു. ആ സമവാക്യം വച്ചാണ് നമ്മൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യാം എന്ന് പഠിക്കുന്നത്. ആ സമവാക്യം എല്ലാവരും പഠിക്കണം. 2n² എന്ന് പറയുന്ന ഇക്വേഷൻ, 2n². ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വരെ കൊടുക്കാം എന്ന് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ ഷെല്ലിന്റെ നമ്പറാണ്. ഏത് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ആ ഷെല്ലിന്റെ നമ്പറാണ് n എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം കെയില് മാക്സിമം 2 എണ്ണം വരെ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 2 എങ്ങനെ കിട്ടി? നമ്മൾ ഈ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇപ്പൊ കെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലാണ്. കെ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് വെളിയിൽ കാണപ്പെടുന്ന ഒന്നാമത്തെ ഷെല്ലാണ് കെ എന്ന് പറയുന്നത്. അപ്പൊ കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ ഷെൽ നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പൊ ഇക്വേഷൻ കൊടുത്തു നോക്കാം. 2 ഇൻറ്റു n എന്ന് പറയുമ്പോൾ 1 അല്ലേ, 2 ഇൻറ്റു 1² എന്ന് വരും. n², എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു, 1². അപ്പൊ 2 ഇൻറ്റു 1² നമുക്കറിയാം 1 ആണ്. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. അപ്പൊ 1 ഇൻറ്റു 2 എന്ന് വരും. എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ കെയില് മാക്സിമം നമുക്ക് 2 ഇലക്ട്രോണേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ 2 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത നമുക്ക് രണ്ടാമത്തെ ഷെല്ല് L അല്ലേ, Lല് മാക്സിമം 8 ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ 8 ഇലക്ട്രോൺ കിട്ടുന്നത്? ഇതേ ഇക്വേഷന് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ n നോക്കണം. n എന്ന് പറയുമ്പോൾ ഷെല്ലിന്റെ നമ്പർ ആണ്. L എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലാണ്. ന്യൂക്ലിയസിന് വെളിയിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ഷെല്ലാണ് L എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഷെൽ നമ്പർ എത്രയാവും? 2 ആവും. അപ്പൊ നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. 2 ഇൻറ്റു n² എന്ന് പറയുമ്പോൾ n എത്രയാണ്? 2 ആണ്. അപ്പൊ 2ന്റെ സ്ക്വയർ എന്ന് വരും. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു 2 8 എന്ന് വരും. അപ്പൊ L എന്ന് പറയുന്ന ഷെല്ലിന് മാക്സിമം നമുക്ക് 8 ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റുള്ളൂ. 8 ഇലക്ട്രോൺ വരെ പരമാവധി കൊടുക്കാൻ പറ്റും. അടുത്ത മൂന്നാമത്തത് M ആണല്ലേ. ഇതേപോലെ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇവിടെ ഷെൽ നമ്പർ 3 ആണ്. 3ന്റെ സ്ക്വയർ നമുക്കറിയാം 9 ആണ്. 9 ഇൻറ്റു 2 18 എന്ന് കിട്ടും. ലാസ്റ്റ് ഷെല്ല് n എന്ന് പറയുന്ന ഷെല്ലാണ്. എന്നില് മാക്സിമം നമുക്ക് 32 ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റും. ഈ 32 എങ്ങനെ കിട്ടി? അപ്പൊ n എന്ന് പറയുന്ന ഷെല്ലിന്റെ ഷെൽ നമ്പർ നോക്കണം. 1 2 3 4. നാലാമത്തെ ഷെല്ലാണ് n എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 4 ആവും. 4ന്റെ സ്ക്വയർ 16. 16 ഇൻറ്റു 2 32 എന്നാവും. 32. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഷെല്ലിലും മാക്സിമം എത്ര ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കണം. ഇപ്പൊ നീൽസ് ബോർ കൊണ്ടുവന്ന ഒരു ഇക്വേഷൻ ആണ് 2n². എന്താണ് ഇതിന്റെ ഉപയോഗം? ഓരോ ഷെല്ലിലും പരമാവധി എത്ര ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റും, മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമാണ്. അപ്പൊ ഇത് പഠിക്കണം. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇത് മറന്നുപോയി കഴിഞ്ഞാൽ, ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വെച്ച് കൊടുക്കാൻ പറ്റും എന്ന് മറന്നുപോയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ബോർ ആറ്റം മോഡൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ കൺസെപ്റ്റ് എല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? അതെ, ഷെല്ലുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് നീൽസ് ബോർ. ഓരോ ഷെല്ലിലും പരമാവധി എത്ര ഇലക്ട്രോൺ വെച്ച് കൊടുക്കാൻ പറ്റും, മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ഇക്വേഷൻ കൊണ്ടുവന്നു. 2n² ആണ് ഇക്വേഷൻ. ഇനി നമ്മൾ മറ്റൊരു പോയിന്റ് കൂടെ പറഞ്ഞു. ഈ ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾ കറങ്ങുന്നതോളം ഈ ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? ഒരു നിശ്ചിത എനർജി ഉണ്ട്, ഒരു ഊർജ്ജമുണ്ട്. ഈ എനർജി ഉപയോഗിച്ചാണ് ഈ ഇലക്ട്രോണുകൾക്ക് കറങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ റിവോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഓരോ ഷെല്ലിനെയും എനർജി ലെവൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു എനർജി ഉണ്ട്, ഒരു ഊർജ്ജമുണ്ട്. ഈ ഊർജ്ജം ഉപയോഗിച്ചാണ് ഇലക്ട്രോണുകൾക്ക് കറങ്ങാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഷെല്ലുകളെ എനർജി ലെവൽസ് എന്നും വിളിക്കാം, ഊർജ നിലകളെന്നും വിളിക്കാം. ഇപ്പൊ ഷെല്ലുകൾക്ക് പ്രധാനപ്പെട്ട 3 പേരുകളുണ്ട്. ഒന്ന് ഷെല്ലെന്ന് പറയും, പിന്നെ ഓർബിറ്റുകൾ എന്ന് പറയും, അതേപോലെ എനർജി ലെവൽസ് എന്ന് പറയും, ഊർജ നിലകൾ എന്ന് പറയും. അപ്പൊ ഇത്രയും പോയിന്റ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. എന്തായാലും ബോർ കൺസെപ്റ്റ് വെച്ച് ഒരു ആറ്റം മോഡൽ വരയ്ക്കാൻ പറയും. ഇപ്പൊ ഏത് ആറ്റം വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ഓക്സിജൻ ചെയ്തിട്ടുണ്ട്, നൈട്രജൻ ചെയ്തിട്ടുണ്ട്, കാർബൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് ആറ്റത്തിന്റെ ബോർ ആറ്റം മോഡൽ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ച് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇത് നല്ലതുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പൊ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും
ബോറിന്റെ കൺസെപ്റ്റിലുള്ള ആറ്റം മോഡൽ വരയ്ക്കാൻ പറയും. അതേപോലെ അതിന്റെ മേന്മകൾ എന്തൊക്കെയായിരുന്നു മെരിറ്റ്സ് നമ്മൾ 2-3 പോയിന്റ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നീൽസ് ബോർ ആറ്റം മോഡൽ എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഹെഡിങ്. അതിന്റെ തൊട്ട് താഴെ 2-3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾ നോട്ടിൽ എഴുതിയെടുത്ത് ആ കാര്യങ്ങൾ പഠിക്കണം. 2-3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഷെല്ലുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതേപോലെ ഓരോ ഷെല്ലിനെയും നമ്മൾ എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നു. പിന്നെ ഈക്വേഷന്റെ കാര്യം, ഓരോ ഷെല്ലിലും മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോൺ വരെ കൊടുക്കാൻ പറ്റും അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2n². അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. എല്ലാവരും നല്ലതുപോലെ വായിച്ച് പഠിക്കാം.